ഹലോ ഗൈസ്, അങ്ങനെ ഓർക്കാപ്പുറത്ത് റിസൾട്ട് കയറി വന്നു. നമ്മൾ പ്രതീക്ഷിച്ച ഡേ ഒന്നും റിസൾട്ട് വന്നില്ല. പെട്ടെന്ന് കയറി അങ്ങ് റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന ഡേ നമ്മൾ മുട്ടത്തായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമായി. എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും മാർക്ക് കിട്ടി സന്തോഷിച്ചൊക്കെ ഇരുന്നപ്പോഴാണ് കോളേജ് തുറന്നു, ക്ലാസ്സിന് ചെല്ലണമെന്ന് പറഞ്ഞത്. എനിക്ക് വിഷമമുണ്ട് കേട്ടോ. എനിക്ക് മാത്രമല്ല ഇക്കാക്കും. കാരണം 2.5 മാസത്തോളം നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ, കോളേജിലൊന്നും പോകാതെ അടിച്ച് പൊളിച്ച് നടക്കുമായിരുന്നു. ഇനി എപ്പോഴും കാണാനൊന്നും പറ്റില്ലല്ലോ, അതിൻ്റെ നല്ല വിഷമമുണ്ട്. ഇക്കാക്കും വിഷമമുണ്ട്. ഹോസ്റ്റലിലല്ലെങ്കിൽ പോലും കോളേജിൽ പോയി കഴിഞ്ഞാൽ രാത്രിയെ ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ കിട്ടത്തുള്ളൂ കേട്ടോ. എനിക്ക് വിഷമമുണ്ടെങ്കിൽ ഇക്കയുടെ മുന്നിൽ കാണിച്ചില്ല, കാരണം ഇക്ക കൂടുതൽ വിഷമിക്കും. അങ്ങനെ കോളേജിൽ ചെന്നതിന് ശേഷം കുറേ നാൾക്ക് ശേഷം ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. എല്ലാവരും എക്സാമിൻ്റെയും റിസൾട്ടിൻ്റെയും കാര്യമൊക്കെ ചർച്ച ചെയ്യുക കേട്ടോ. ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ടാണെങ്കിൽ നമ്മളാണെങ്കിൽ ഇറങ്ങുമ്പോഴേ ഫോൺ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ക്ലാസ്സിലുള്ള വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളാണെങ്കിൽ സജ്നാടെ വണ്ടിയിലാണ് പോകുന്നത്. ഓടിക്കുന്നത് നൈഷാനയുമാണ്. ഇവളുമാരെന്നെ സ്റ്റോപ്പിലോട്ട് ഇറക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനും മുഹസിനായും കാറ്റ് വണ്ടിക്ക് നിൽക്കുവാണ്. മാനിക്ക വീട്ടിൽ നിന്ന് വരാമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ മാനിക്കക്ക് പനി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വെയിലത്ത് വണ്ടി ഓടിച്ചു വരണ്ടാന്ന്. പിന്നെ മാനിക്ക എന്നിട്ട് നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ തോട്ടപ്പള്ളി വന്ന് നിൽക്ക്, അപ്പോൾ പകുതി ദൂരം വന്നാൽ മതിയല്ലോ. കൈലിയൊക്കെ എടുത്ത് ആൾ വന്നിട്ടോ. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാനിക്ക അവിടെ ഉണ്ടായിരുന്നല്ല, ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാനിക്ക വണ്ടി വരുമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു സർപ്രൈസ് കൊണ്ട് വെച്ചേക്കുണ്ടായിരുന്നു. ഞാൻ എപ്പോഴോ പറഞ്ഞതാണ് എനിക്ക് കുഞ്ഞ് ഊർമാങ്ങ വേണമെന്ന്. അത് എവിടെ നിന്നൊക്കാണ്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് പാവം. അതാർക്കും കൊടുക്കാതെ എനിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുമായിരുന്നു. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. പണ്ടെങ്കാണ്ട് ഞാൻ കഴിച്ചതാണ്. ഊർമാങ്ങ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഉണ്ണിക്ക പോലത്തെ ഊർമാങ്ങ ഞാൻ കുറച്ച് നാളായിട്ടോ കഴിച്ചിട്ട്. കുറേ ആഗ്രഹിച്ചായിരുന്നു. അത് മാനിക്ക മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മേടിച്ചല്ല, ആരാണ്ട് കൊടുത്തത് കൊണ്ടുപോയി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മറ്റേമി ചക്കയുണ്ട് മോളെ, എന്നാൽ ചക്കയും കൂടെ കഴിച്ചോന്നും പറഞ്ഞ് കൊണ്ടുവന്നു. അപ്പം പിന്നെ ചക്കയെ വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് ചക്കയും കഴിച്ചു. ഇനി മേല് കഴുകിയിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങണം. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.